ഇപ്പോഴേ തിരുവോണത്തിനുള്ള പായസം റെഡിയാക്കുകയാണ് കേട്ടോ. അപ്പോൾ പരിപ്പ് പായസമാണ് റെഡിയാക്കുന്നത്. അപ്പോൾ ഞാൻ 1/4 കിലോ പരിപ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ കഴുകി നീറ്റാക്കി വെച്ചിട്ടുണ്ട് പരിപ്പ്. അപ്പോൾ നമുക്ക് ആദ്യം പരിപ്പൊന്ന് ചട്ടിയിലിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ കഴുകി നീറ്റാക്കി വെച്ച പരിപ്പാണ്. വെള്ളമൊക്കെ എല്ലാം വാർന്ന് റെഡിയാക്കിയ പരിപ്പാണ്. നമുക്ക് ഈ ഉരുളിയിലോട്ട് ഇട്ട് കൊടുക്കാം. ഒന്ന് ചൂടായതിന് ശേഷം നെയ്യിട്ട് വറുക്കാം. അപ്പോൾ നമ്മുടെ പരിപ്പ് ചൂടായിട്ടുണ്ട്, ആ പച്ചപ്പൊക്കെ മാറിയിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് ഇത്തിരി നെയ്യിട്ട് കൊടുക്കാം. ഇതൊന്ന് വറുക്കണം. അപ്പോൾ ഇപ്പം നെയ്യിട്ട് കൊടുക്കാം. നെയ്യിൽ കിടന്നൊന്ന് റെഡി ആവട്ടെ. അപ്പോൾ നമ്മുടെ പരിപ്പൊക്കെ നെയ്യിൽ വറുത്ത് റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഒരു 1.5 തേങ്ങയുടെ പാലാണ് ഞാൻ എടുത്തേക്കണത്. അതിൻ്റെ 2ാം പാൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. നല്ല വിളഞ്ഞ തേങ്ങ 1.5 തേങ്ങ, മീഡിയം ടൈപ്പ് തേങ്ങ 1.5 തേങ്ങ എടുത്തു ഞാൻ. ഇപ്പോൾ 2ാം പാൽ ഒഴിച്ചു കൊടുത്തേക്കണേണ്. ഇതൊന്ന് തിളച്ച് ഇതിൽ കിടന്ന് വേകട്ടെ. ഓക്കെ, പരിപ്പ് അങ്ങനെ വെന്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. 100% വെന്തിട്ടില്ല, എന്നാലും വെന്തുകൊണ്ടിരിക്കുകയാണ്. ഉടനിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടി ആവാനുണ്ട്. അപ്പോൾ നമ്മുടെ പരിപ്പൊക്കെ നന്നായിട്ട് വെന്ത് കുറുകിയിട്ടുണ്ട്. നമ്മൾ എടപ്പാലിൽ തന്നെയാണ് ഇത് വേവിച്ചത്. എടപ്പാലി വേവിക്കുമ്പോഴാണ് പരിപ്പ് പായസത്തിന് ഒരു ടേസ്റ്റ് വരുന്നത്. അല്പം പോലും വെള്ളം ഒഴിച്ചിട്ടില്ല ഇതിൽ. എടപ്പാലിൽ തന്നെയാണ് ഞാൻ വേവിച്ചെടുത്തത്. അപ്പോൾ നന്നായിട്ട് വെന്ത് കുറുകിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ശർക്കര നീര് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ശർക്കര നീര് ഉരുക്കി വച്ചിരിക്കുകയാണ്. അപ്പോൾ അതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതൊരു 1/2 കിലോ ശർക്കരയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഇതിൽ കിടന്നൊന്ന് ഇളക്കി ഒന്ന് വറ്റി റെഡി ആവട്ടെ. ഒപ്പം തന്നെ നമുക്ക് ഇത്തിരി ഏലക്കായും ജീരകവും പൊടിച്ചതാണ്, അതും കൂടി ഇട്ട് കൊടുത്തേക്കാം. ഇനി ഒന്ന് ഇതിൽ കിടന്ന് റെഡി ആവട്ടെ. ഒക്കെ ഇടപ്പാലിട്ട് റെഡിയായിട്ടാ. ഈ സമയത്ത് നമുക്ക് തലപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഒപ്പം തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്താണ്, അത് നെയ്യിൽ വറുത്താണ്, അതും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് ഇളക്കി കൂട്ടാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ പരിപ്പ് പായസം, തിരുവോണത്തിൻ്റെ പരിപ്പ് പായസം റെഡിയായി. നന്നായിട്ട് റെഡിയായിട്ടുണ്ട്. ഓക്കെ.